നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് ഇവിടെ ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിവിടം വിട്ടു പോകാനുള്ള സമയമായിട്ടില്ല. ബ്രസീലിയൻ താരം ഗബ്രിയൽ ഹീസസ് പറയുകയാണ്, ആഴ്സണലിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കേണ്ട സമയമായി എന്ന തരത്തിൽ ചർച്ച നടക്കുന്നു. അദ്ദേഹം പരിക്ക് പറ്റി നീണ്ടകാലം പുറത്തിരുന്ന സമയത്ത് ആഴ്സണലിൻ്റെ സ്ക്വാഡ് ഡൈനാമിക്സ് ആകെ മാറിപ്പോയി. ഇനിയിപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായി വന്നെങ്കിലും കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യണം കുറച്ച് കാലത്തേക്കെങ്കിലും ഗബ്രിയൽ ഹീസസിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ് ആഴ്സണൽ ടീമിൽ? ഇത്തരം ഒരാൾക്ക് ഇനി അവസരം എന്തിന് എന്ന ചോദ്യങ്ങൾ ഉയരുന്ന ഘട്ടത്തിലാണ് ഹോർഗെ ഹീസസ് തൻ്റെ താല്പര്യം തുറന്നു പറയുന്നത്. ക്ലബ്ബ് വിട്ടു പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല, ഇവിടെ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം ദി പ്ലെയർ ട്രൈബ്യൂണിനോട് ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന സമയത്ത് പറയുകയാണ്, ഐ ഫീൽ ദാറ്റ് ഐ ഹാവ് അൺഫിനിഷ്ഡ് ബിസിനസ് അറ്റ് ആഴ്സണൽ. ഇനിയും പൂർത്തിയാക്കാത്ത കാര്യങ്ങൾ എനിക്ക് ആഴ്സണലിലുണ്ട്. എനിക്കിവിടം വിട്ടു പോകേണ്ട. ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിനക്ക് പോയിക്കൂടാ, എന്തുകൊണ്ട് സൗദി പോയിക്കൂടാ, എന്തുകൊണ്ട് ബ്രസീലിലേക്ക് മടങ്ങിപ്പോയിക്കൂടാ? തീർച്ചയായിട്ടും ഒരു ദിവസം ഞാൻ ബ്രസീലിലേക്ക് മടങ്ങി ചെല്ലും, പാൽമിറാസിൽ പോകും, ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ഞാൻ പാൽമിറാസ് പോകും. പക്ഷേ അതിന്നല്ല, ഇപ്പോഴല്ല. ഞാനിവിടെ ആഴ്സണലിൽ മൈക്കലിനൊപ്പം ചേർന്നപ്പോൾ എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്കോർ ചെയ്യുക, ഗോൾ അടിക്കുന്നത് മാത്രമായിരുന്നില്ല. എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ലീഗ് കിരീടം ചൂടുക, മറ്റ് കിരീടങ്ങൾ ചൂടുക എന്നതായിരുന്നു. ഞാൻ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ ആളുകളുടെ റിയാക്ഷൻസ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഹൂ ഈസ് ദിസ് കിഡ്? അവരെന്നെ ഒരു പ്യുവർ ഗോൾ സ്കോററായിട്ട് മാത്രമാണ് കണ്ടത്. പക്ഷേ അങ്ങനെയല്ല ഞാൻ എന്നെ കാണുന്നത്. എൻ്റെ സ്ട്രോങ്കസ്റ്റ് ട്രൈറ്റ് എന്ന് വെച്ചാൽ ടീമിന് കിരീടം ചൂടാൻ എന്ത് സഹായം നൽകണമോ അതൊക്കെ നൽകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ്. സിറ്റിയിൽ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള റോളുകളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനവിടെ ഗോൾ സ്കോറിംഗ് ആയിട്ടുള്ള റോള് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഞാൻ വിങ്ങിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ ലിങ്കപ്പ് പ്ലേയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫിസിക്കാലിറ്റി ഉപയോഗിച്ച് ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ടീമിനെ സഹായിക്കാൻ എനിക്ക് നമ്പർ 9 ആവണമെന്നില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് ചരിത്രം കുറിക്കാനാണ്. അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ഞാൻ പാൽമിറാസിലേക്ക് എന്നെ എടുക്കുന്ന സമയത്ത്, സീനിയർ ടീമിൽ ഞാൻ കളിക്കുന്ന സമയത്ത് 10-22 കൊല്ലക്കാലമായിട്ട് പാൽമിറാസിന് ബ്രസീലിയൻ ലീഗ് കിരീടം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ സ്ലീപ്പിംഗ് ജയൻറ്റിനെ ഉണർത്തി, കിരീടം ചൂടി. ഇപ്പോൾ അവർക്ക് വിജയിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്ന സ്ഥിതിയായി. ആഴ്സണലിലും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ബ്രസീലിയൻ താരം ഗബ്രിയൽ ഹീസസിൻ്റെ ഭാവി എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളുണ്ട്. 28 വയസ്സേ താരത്തിനുള്ളൂ എന്ന കാര്യം ഓർക്കണം. ചെറിയ പ്രായത്തിലെ സൂപ്പർ താരമായി മാറിയവനാണ്. 2017 മാഞ്ചസ്റ്റർ സിറ്റിയിലെത്തി, 2022 ആഴ്സണലിലെത്തി. ആഴ്സണലിൽ പക്ഷേ നിരവധി തവണ പരിക്കേറ്റ് പുറത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് തിരിച്ചടിയായത്. ഇപ്പോൾ ഗബ്രിയൽ ഹീസസ് പറയുന്നു, ആഴ്സണലിൽ എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.